ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് എടുക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്, പോഷകാഹാര സ്ഥിതി. അപ്പം നമുക്കറിയാമല്ലോ എന്താണ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന്. നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ എഴുതി വെച്ച് കാണാം. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ കുറേ പടമൊക്കെ വരച്ചിട്ട് സമീകൃത ആഹാരം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഈ 1-2 ചാപ്റ്റേഴ്സിലായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പരിചിതമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് നോക്കാം. പോഷകങ്ങളെ സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ആരോഗ്യനിലയെയാണ് പോഷകാഹാര സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നല്ല പോഷകാഹാരം കഴിച്ചു, അത് കഴിച്ചത് കൊണ്ട് നമുക്ക് എന്ത് മാറ്റമുണ്ടായി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ നമ്മൾ നല്ല ആരോഗ്യമുണ്ടായോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യക്കുറവുണ്ടായോ, കുറവല്ല, നമ്മൾക്ക് പോഷകാഹാരം കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പോഷകങ്ങൾ സ്വീകരിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്ത് മാറ്റമുണ്ടായി, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എന്ത് മാറ്റമുണ്ടായി, അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പോഷകാഹാര സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, പോഷകങ്ങളെ നമ്മൾ ആഗിരണം ചെയ്തത് കൊണ്ട്, ഉപയോഗപ്പെടുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ പോഷകങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്ത് മാറ്റമുണ്ടായി, അതിനെയാണ് നമുക്ക് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് ഗുഡ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ നല്ല പോഷകാഹാരം? നമ്മുടെ ശരീരം എല്ലാതരം പോഷകങ്ങളെയും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സ്വീകരിക്കുകയും അതുവഴി ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ കൃത്യമായി നേരിടുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നല്ല പോഷകാഹാര അവസ്ഥയാണെന്ന് പറയാം അല്ലേ. എല്ലാ പോഷകങ്ങളെയും ആഗിരണം ചെയ്യണം. അത് വെറുതെ സ്വീകരിച്ചാൽ മാത്രം പോരാ, എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നല്ല പോഷകാഹാര അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് എല്ലാ പോഷകങ്ങളും നമുക്ക് കൃത്യമായി കിട്ടാത്ത അവസ്ഥയുണ്ടാവും. ആ അവസ്ഥയിനാണ് നമ്മൾ എന്ത് പറയുക, മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ പോഷണ വൈകല്യം അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് എന്ന് പറയാം. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പോഷകാഹാരക്കുറവ്. എല്ലാ ന്യൂട്രീഷൻസും അല്ലെങ്കിൽ എല്ലാ പോഷകങ്ങളെയും നമുക്ക് ആവശ്യമുള്ള അളവിൽ കിട്ടാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് എന്ത് പറയുക, മാൽ ന്യൂട്രീഷൻ എന്ന് പറയാം. ഇത് 2 തരത്തിലാണ് ഉണ്ടാവുക. എന്താണ്, ഒന്നുകിൽ അണ്ടർ ന്യൂട്രീഷൻ, പോഷകാഹാര കുറവ്, അല്ലെങ്കിലോ ഓവർ ന്യൂട്രീഷൻ, പോഷകാഹാര കൂടുതൽ. മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്, പോഷകാഹാരത്തിൻ്റെ അഭാവം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് കൂടുതലായിട്ട് വരാം, ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ്, കുറവുണ്ടാവാം. നമുക്കൊരളവുണ്ട്, ആ അളവിലാണ് ഈ സാധനം ആവശ്യമുള്ളൂ. അതിൽ കൂടുതലായാലും കുറവായാലും അതെന്തായി, മാൽ ന്യൂട്രീഷനായി. അപ്പോൾ 2 തരത്തിലാണ് മാൽ ന്യൂട്രീഷൻ ഉണ്ടാവുക. എങ്ങനെയാണ്, അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും. അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ കുറവ്, അഭാവമാണ്. ഇനി ഓവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കൂടുതലായിട്ട് ശരീരം സ്വീകരിക്കുന്ന അവസ്ഥ. ഇനി എന്തൊക്കെയാണ് ഈ മാൽ ന്യൂട്രീഷന് കാരണം? ഫാക്ടേഴ്സ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ മാൽ ന്യൂട്രീഷൻ. 1, ജനസംഖ്യാ വർധനവ്, കുറഞ്ഞ ഉൽപ്പാദനം തുടങ്ങിയ മൂലമുണ്ടാകുന്ന ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്. ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, പക്ഷെ ഭക്ഷണത്തിൻ്റെ അളവ് കുറവാണ്. അപ്പം എന്താണ്, അവിടെ ഒരു സ്ട്രഗിൾ വരും അല്ലേ. ആ സ്ട്രഗിൾ വഴി എന്താണ്, എല്ലാവർക്കും ഭക്ഷണം കിട്ടാതെ വരും. അജ്ഞത, അപ്പം നമുക്കിങ്ങനെ ന്യൂട്രീഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ബോഡിക്ക് ഇത്ര അളവിൽ ഇന്ന സാധനങ്ങൾ കഴിക്കണം എന്നൊക്കെയുള്ള അറിവില്ലായ്മ, കണ്ടതൊക്കെ വെറുതെ കഴിച്ച് വിശപ്പ് മാറ്റുക എന്നുള്ള രീതി മാത്രം, അല്ലാതെ വിശപ്പ് മാറ്റുക എന്നതിലുപരി എന്താണ്, പോഷകങ്ങൾ കഴിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധമില്ലായ്മ, അതെന്താണ്, മാൽ ന്യൂട്രീഷൻ ഒരു കാരണമാണ്. പിന്നെ സാമ്പത്തിക കാരണങ്ങൾ അല്ലേ, കാശില്ലാത്തവരാകുമ്പോൾ എന്താണ്, അവർ വെറുതെ ചോറും എന്തെങ്കിലുമൊക്കെ ഒരു കറി മാത്രം, അല്ലാതെ എല്ലാ പോഷകങ്ങളും ഫ്രൂട്ട്സും അതൊക്കെ വാങ്ങി കഴിക്കാനുള്ള പൈസ ഉണ്ടാവില്ല. മോശമായ വ്യക്തി ശുചിത്വം, അവർ കൃത്യമായിട്ട് എന്താ പറയുക, അവർ കുളിക്കില്ല, നനയ്ക്കില്ല, പല്ലും തേക്കില്ല, നഖവും വെട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്,
എന്തെങ്കിലും ഭക്ഷണം കയറിയാൽ തന്നെ വേറെ അസുഖങ്ങളൊക്കെ വന്ന് അതൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥ. പാരിസ്ഥിതിക അവസ്ഥ, ഇതുപോലെ തന്നെ പരിസര ശുചിത്വമില്ലായ്മയും ഒക്കെ കൂടെ എന്താണ് ഈ മാൽന്യൂട്രീഷന് കാരണമാവും. നമുക്ക് നോക്കാനുള്ളത് ന്യൂട്രീഷണൽ അസസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പോഷകാഹാര നിർണയം. അപ്പം നമുക്ക് എത്ര പോഷകാഹാരം വേണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്നുള്ളത് നോക്കുക. അതിനെയാണ് എന്ത് പറയുക, ന്യൂട്രീഷണൽ അസസ്മെൻ്റ് അല്ലെങ്കിൽ പോഷകാഹാര നിർണയം. ഒരു വ്യക്തിയുടെയോ ഗ്രൂപ്പിൻ്റെയോ പോഷകാഹാര നിലയെ നിർണ്ണയിക്കുന്ന പ്രക്രിയ, അതിനെയാണ് എന്ത് പറയുക, പോഷകാഹാര നിർണയം എന്ന് പറയുക, അല്ലെങ്കിൽ പോഷകാഹാരം കണക്കാക്കുക. അപ്പോൾ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ കുട്ടികൾ, ഏതെങ്കിലും ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ കുട്ടികൾ, മുതിർന്നവർ, അങ്ങനെയുള്ളവരുടെ അവർക്കിപ്പോൾ എത്ര ന്യൂട്രീഷൻ വേണമെന്ന് നമ്മൾ കണക്കാക്കുന്നതിനെയാണ് എന്ത് പറയുക, പോഷകാഹാര നിർണയം അല്ലെങ്കിൽ ന്യൂട്രീഷണൽ അസസ്മെൻ്റ് എന്ന് പറയാം. ഇനി ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? ഒന്നെന്താണ്, അവരുടെ ശാരീരിക വളർച്ചേനെ അളക്കുക. 2, ഭക്ഷണക്രമം നിർണ്ണയിക്കുക, ഇന്ന ഭക്ഷണങ്ങൾ വേണം. 3, പോഷകാഹാര കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് നിർണ്ണയിക്കുക. ഒരുപാട് അസുഖങ്ങളുണ്ടാവും, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാട്ടോ. അങ്ങനെയുള്ള രോഗങ്ങളെ നമുക്ക് നിർണ്ണയിക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് പറ്റും, ന്യൂട്രീഷണൽ അസസ്മെൻറ്റ് സാധ്യമാണ്. ഇനി നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസുകളെ കുറിച്ച് നോക്കാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസുകൾ അപ്പോൾ പറയണ പോലെ തന്നെ എന്താണ്, ന്യൂട്രീഷ്യൻ്റെ അല്ലെങ്കിൽ പോഷകത്തിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസീസസ്. അതിലൊന്നാമത്തത് PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ്റെയും ഊർജത്തിൻ്റെയും അഭാവം മൂലമുണ്ടാകുന്ന അസുഖം. അതിലൊന്നാമത്തത് മരാസ്മസ്, രണ്ടാമത്തത് ക്വാഷിയോർക്കർ. 2 അസുഖങ്ങളാണ് PEMൽ വരുന്നത്. ഒന്ന് മരാസ്മസ്, മറ്റൊന്ന് ക്വാഷിയോർക്കർ. അപ്പോൾ എന്താണ് മരാസ്മസ് നോക്കാം കേട്ടോ. ഊർജത്തിൻ്റെയും പ്രോട്ടീൻ്റെയും അപര്യാപ്തത മൂലം 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗമാണ് എന്ത്, മരാസ്മസ്. അയഞ്ഞതും ചുളുങ്ങിയതുമായിട്ടുള്ള ത്വക്ക്, വിശപ്പ്, ഒട്ടിയ വയർ, ഇതൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. അപ്പോൾ 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് മരാസ്മസ് വരിക. ഊർജത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ഒക്കെ അഭാവം മൂലമാണ് ഉണ്ടാവുക. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അയഞ്ഞതും ചുളുങ്ങിയതുമായിട്ടുള്ള ത്വക്ക്, വിശപ്പ്, ഒട്ടിയ വയർ. ഇനി അടുത്തത് ക്വാഷിയോർക്കർ. ഇനി ഇതേപോലെ പ്രോട്ടീൻ്റെ അഭാവം മൂലം 1 വയസ്സിനും 3 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിൽ ഉണ്ടാവുന്ന രോഗമാണ് ക്വാഷിയോർക്കർ. നീർക്കെട്ട്, കുടവയറ്, വിശപ്പ് കുറവ്, ത്വക്കിലെ തടിപ്പ്, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. നീർക്കെട്ട് ഉണ്ടാവുക, വയറിങ്ങനെ വീർത്തിരിക്കുക, വിശപ്പ് കുറയുക, ത്വക്കിലെ തടിപ്പ്, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇനി രണ്ടാമത്തെ ടൈപ്പ് അസുഖമാണ് എന്ത്, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. വൈറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന അസുഖം. ഈ അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ക്ലാസ്മേറ്റ് സിനിമ കണ്ടിട്ടില്ലേ, അതിലും ജഗതി ശ്രീകുമാറിൻ്റെ അസുഖം കണ്ടിട്ടില്ലേ, രാത്രി ആകുമ്പോൾ കണ്ണ് കാണില്ല. അതാണ് ഈ അസുഖം, നിശാന്തത. അതായത് ഇരുട്ടിൽ കാഴ്ച ഉണ്ടാവില്ല. ഇനി അടുത്തത് അനീമിയ. അനീമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വിളർച്ച. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് എന്ത്, അനീമിയ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാം. അപ്പോൾ ക്ഷീണം ഉണ്ടാവും, വിശപ്പ് ഉണ്ടാവില്ല, കണ്ണിലും നഖത്തിലും ഉണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. മറ്റേ നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് എന്താണ്, രാത്രി കാഴ്ച ഉണ്ടാവില്ല. അതായത് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച ഉണ്ടാവില്ല. ഇരുട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ, രാത്രി ആവണമെന്നൊന്നുമില്ല, ഒരു ഇരുട്ട് മുറിയിലേക്ക് പോയാൽ പോലും എന്താണ്, നമുക്ക് നേരിയതായിട്ട് കാണാൻ പറ്റില്ലേ, പക്ഷെ ഇവർക്ക് അത് കാണാനായിട്ട് പറ്റില്ല. ഇനി അയൺ ഡെഫിഷ്യൻസിയാണ്. അതായത് അയഡിൻ ഡെഫിഷ്യൻസി, അയഡിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാവുന്ന അസുഖമാണ്. അത് ഗോയിറ്റർ. പല അസുഖങ്ങളുണ്ട്, ഒരെണ്ണം ഗോയിറ്റർ, ക്രട്ടനിസം, അങ്ങനെ 2 അസുഖങ്ങളാണുള്ളത്, ഗോയിറ്റർ, ക്രട്ടനിസം. ഗോയിറ്റർ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഇങ്ങനെ തൊണ്ട ഇങ്ങനെ വീർത്തിരിക്കുന്നത്. പിന്നെ വേറെ ഒരെണ്ണം ക്രട്ടനിസം. കൗമാരക്കാരിൽ കഴുത്ത് വീർക്കുന്നതാണ് എന്ത്, ഗോയിറ്റർ. കുട്ടികൾ തടി വയ്ക്കാനത് കാരണമാവുന്നുണ്ട്. തൊലിയിൽ മാറ്റം ഉണ്ടാവുകയും സാധാരണ ജോലി കൃത്യമായി ചെയ്യാനാവാതെ ക്ഷീണമൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു.
മുതിർന്നവർക്കാണെങ്കിൽ എന്താണ് സംസാരിക്കാനും കേൾക്കാനും ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊക്കെയാണ് സാധാരണ ഡെഫിഷ്യൻസി ഡിസീസുകൾ. ഈ ഡെഫിഷ്യൻസി ഡിസീസുകൾ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനാണ് എന്ത്, നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാംസ്. അപ്പോൾ ഇതുപോലുള്ള ഡെഫിഷ്യൻസി ഡിസീസുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കുറച്ച് പ്രോഗ്രാമുകളാണ്, അതാണ് നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാമുകൾ. അതിലൊന്നാമത്തത് ICDS. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അംഗനവാടികൾ വഴി ഇപ്പോൾ വെയിറ്റ് ഒന്നും ഇല്ലാത്ത കൗമാരപ്രായക്കാർക്ക് അമൃതം പൊടിയൊക്കെ കിട്ടാറില്ലേ, കേട്ടിട്ടുണ്ടാവും. നമ്മുടെ അടുത്തല്ല, ചിലപ്പോൾ നമ്മളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ എന്താണ്, അടുത്ത വീട്ടിലുള്ള കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ നമ്മൾ വാങ്ങി കണ്ടിട്ടുണ്ടാവും. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സ്കീം. ഒന്നാമത്തെ എന്താണ്, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സ്കീം ICDS. അതായത് കുട്ടികളിൽ പോഷകാഹാരവും ആരോഗ്യവും ഒക്കെ, വിശപ്പില്ലായ്മ അല്ലെങ്കിൽ പോലെ വിദ്യാഭ്യാസം ഒക്കെ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന പദ്ധതിയാണിത്. അപ്പോൾ ഇതിനു വേണ്ടി സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങൾ അംഗനവാടികളാണ്. പിന്നെ ചൈൽഡ് ഹെൽത്ത് സെൻറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ഇതൊക്കെയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അംഗനവാടികൾ അവരുടെ ഒരു പരിധിയിലുള്ള കുട്ടികളെ ശ്രദ്ധിക്കും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇതിങ്ങനെ കൊടുക്കുക. രണ്ടാമത്തത് മിഡ് ഡേ മീൽ പ്രോഗ്രാം MDMP. 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഫ്രീ ആണ്. സ്കൂളിൽ ഉച്ചഭക്ഷണം ഹാജരും ഉറപ്പാക്കുന്ന പദ്ധതി. മൂന്നാമത്തത് നാഷണൽ കൺട്രോൾ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ന്യൂട്രീഷൻ ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഈ നിശാന്തത കൂടി എന്തായിട്ട് മാറും, അന്ധതയായിട്ട് മാറും, മീൻസ് ബ്ലൈൻഡ്നെസ് ആയിട്ട് മാറും. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള പ്രോഗ്രാമാണ് നാഷണൽ കൺട്രോൾ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് ന്യൂട്രീഷൻ ബ്ലൈൻഡ്നെസ് ഡ്യൂ ടു വൈറ്റമിൻ ഡെഫിഷ്യൻസി. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും വൈറ്റമിൻ എ എന്താ സെപ്പറേറ്റ് കൊടുക്കും ഭക്ഷണത്തിൽ കൂടി, അല്ലാതെ തന്നെ എന്താണ് വൈറ്റമിൻ എ സിറപ്പ് പോലെ അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പ്രോഗ്രാമാണ് നാഷണൽ ന്യൂട്രീഷണൽ അനീമിയ കൺട്രോൾ പ്രോഗ്രാം NNAC. നാഷണൽ ന്യൂട്രീഷണൽ അനീമിയ കൺട്രോൾ. അത് മുതിർന്ന കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ടാകുന്ന അനീമിയയെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇനി വേറെ ഒന്നാണ് നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം NIDDCP. നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം. അപ്പോൾ അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് എന്ത്, ന്യൂട്രീഷൻ അഭാവം മൂലമുണ്ടാകുന്ന, അതായത് നാഷണൽ ന്യൂട്രീഷൻ പ്രോഗ്രാമുകൾ. പിന്നെ എന്താണ്, നമ്മുടെ നാട്ടിലൊന്നുമില്ല, പക്ഷേ നോർത്തിലൊക്കെ എന്താണ് പോഷകാഹാരക്കുറവ് കൊണ്ട് ഒരുപാട് കുട്ടികൾ മരിക്കുന്നുണ്ട്. നമ്മൾ TV-യിലൊക്കെ ഒരു പരസ്യം കാണാറില്ലേ, ഇത് ഖുഷി, ഇവളിങ്ങനെയാണ്, പോഷകാഹാരക്കുറവ്, നിങ്ങൾ നൽകുന്ന 500 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം പരസ്യം അങ്ങനെ കാണാറില്ലേ, പണ്ടൊക്കെ ഉണ്ട്, കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെയുണ്ട് പോഷകാഹാരക്കുറവ്, അവിടെ ദാരിദ്ര്യമൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം എന്താണ് പോഷകാഹാരക്കുറവും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേരളീയർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം നമ്മൾ ഭക്ഷണം പാഴാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, അതിൻ്റെ ഡിസോർഡേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. അതിൻ്റെ പ്രോഗ്രാംസും മെയിനായിട്ട് നോക്കുക കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, നന്നായിട്ട് നോക്കുക. താങ്ക് യു.